വലിയൊരു സാധ്യതയേറിയ വിഷയത്തിൽ ബഹ്റൈൻ RSC വിസ്ഡം സംഘടിപ്പിച്ച ഈ പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട ജാഫർ പട്ടാമ്പി, അദ്ദേഹത്തിന് ആദ്യമായിട്ട് സന്തോഷങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ RSCയുടെയും വിസ്ഡം സമിതികളുടെയും എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങളും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. വോയിസ് കുറവാണെന്ന് ആര് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വോയിസ് പ്രോപ്പർ ആണ്. നിങ്ങളുടെ ഡിവൈസിന്റെ വോയിസ് ഒന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ ഓക്കെ ആകുന്നതായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തില് നമ്മൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, അത് ഇറ്റ് ക്യാൻ ബി അക്കൗണ്ട്സ് ഓർ എനി അതർ പ്രൊഫഷൻ, സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും തുടങ്ങി ഒരുപാട് പ്രൊഫഷനുകളിൽ നമുക്ക് വളരെയധികം വേണ്ട ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതിൽ നിന്ന് ഒരു വലിയൊരു നോളജ് ഫസ്റ്റ് സെഷനോട് കൂടി കിട്ടി നമ്മളെല്ലാവരും ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എക്സല് മാറും എന്ന് ഫസ്റ്റ് സെഷനിൽ തന്നെ ആരും ചിന്തിക്കരുത്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം പല സംവിധാനങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ കൂടെയും നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ അതിന്റെ സാധ്യതകൾ ഒരുപാടാണ്. ആ സാധ്യതകളെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഒരു മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരുപാട് ഹൈ ലെവലിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ട്രെയിനറായിട്ട് വന്ന ഒരു വ്യക്തിയല്ല. അതേസമയം ദിനേനയുള്ള നമ്മുടെ ഓപ്പറേഷൻസും വർക്കും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളിൽ കൂടി നേടിയിട്ടുള്ള എക്സൽ നോളജുകൾ, ആ നോളജുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ഞാൻ പേഴ്സണലി അസോസിയേറ്റ് മെമ്പറാണ്, ഇന്ത്യൻ CMA ക്വാളിഫൈഡ് മെമ്പറാണ്. ഇപ്പോ ദുബൈയില് അക്കൗണ്ടിങ് ബിസിനസ് കൺസൾട്ടിങ് മേഖലയിൽ സ്ഥാപനങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ സംഘടനാ വർഷങ്ങളിൽ ദുബൈ വിസ്ഡത്തിന്റെ കൺവീനറായിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കോർപ്പറേറ്റ് ലെവൽ ട്രെയിനിങ്, എസ്പെഷ്യലി അക്കൗണ്ട്സ്, വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ കോർപ്പറേറ്റ് ലെവൽ ട്രെയിനിങ് ആയിട്ടും മുന്നോട്ട്. നമുക്ക് എന്തിനാണ് ഒരു എക്സല്? ഇതൊരു PPT പ്രസന്റേഷൻ എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമാണ്. കാരണം ബഹ്റിനെ സംബന്ധിച്ചിട്ട് സൺഡേ ഓഫ് അല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. സൺഡേ വർക്കിംഗ് ഡേ ആണ്, നാളെയും വർക്കിംഗ് ഡേ ആണ്. നമുക്ക് ഇവിടെയാണെങ്കിൽ ദുബായിൽ നിന്നാണെങ്കിലും സൺഡേ ഓഫാണ്, മൺഡേ നമുക്ക് വർക്കിംഗ് ഡേ ആണ്. ഒരുപാട് വൈകി കഴിഞ്ഞാൽ ഏർലി മോർണിംഗിനൊക്കെ പല സ്ഥലങ്ങളിലും ഓഫീസിൽ എത്തേണ്ട ആളുകൾ ഉണ്ടാവും. ഒരു പക്ഷേ ഗുദേവിയയിൽ താമസിച്ച് ചിത്രയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ടാവും. അപ്പൊ ഈ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കൊക്കെ ട്രാഫിക്കിലൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ എങ്ങനെയായാലും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല ബഹ്റിന്റെ അവസ്ഥ. മുമ്പ് വർക്ക് ചെയ്തതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ബഹ്റിനെ പറ്റി. അപ്പോ എക്സല് എന്ന നമ്മളുടെ വർക്കിനെ
എൻഹാൻസ് ചെയ്യാണ്. വർക്കിനെ മാത്രമല്ല, നമ്മുടെ ലൈഫിനെയും നമ്മുടെ കരിയറിനെയും എൻഹാൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ലഭ്യമാവുകയാണ്? നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാം. ആ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ആക്കുകയാണ്. അതാണ് ആ സർക്കിള്. ഒരു ഉദാഹരണത്തിന്, ഒരു നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആ റോളിൽ ഹി വിൽ ബി പ്രിറ്റി വെൽ. അതേപോലെ തന്നെ ഹി വിൽ ബി മോർ എക്സ്പീരിയൻസ്ഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ റോൾ. അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് തന്നെ മാനേജീരിയൽ ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ്, എന്തെങ്കിലും ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ എന്തുമാത്രം ഈസി ആയിട്ട് നമ്മൾക്കത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനേജ്മെന്റ് വിൽ ബി മോർ ഹാപ്പി വിത്ത് അവർ വർക്ക്. അപ്പൊ പല ഡാറ്റകളും ഇന്നത്തെ സാഹചര്യത്തിൽ കമ്പനികളിൽ സോഫ്റ്റ്വെയർ ERP സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്ക് എക്സലിൽ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാത്ത കമ്പനികൾ വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു പക്ഷേ HR ഡാറ്റ ഉണ്ടാകാം, അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ ഉണ്ടാവാം, ട്രാൻസ്പോർട്ടിങ്ങിന്റെ ഡാറ്റ ഉണ്ടാവും, സെയിൽസ് ഡാറ്റ ഉണ്ടാകാം, എംപ്ലോയീസ് ഡാറ്റ ഉണ്ടാവാം, തുടങ്ങി പ്രൊഡക്റ്റുകളുടെ ഇൻഫോർമേഷൻസും കസ്റ്റമേഴ്സിന്റെ ഡാറ്റാബേസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും ഉണ്ട്. അങ്ങനെയുള്ളപ്പോ ഈ ഡാറ്റയെ നമുക്ക് എന്തുമാത്രം ഈസി ആയിട്ട് കാര്യങ്ങളൊന്ന് സ്മൂത്ത് ആക്കാൻ കഴിയും എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സും പ്രാക്ടിക്കൽ കുറച്ച് എക്സാമ്പിളുമാണ് എയിം ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ എനിക്ക് കുറച്ച് ടൈം ഡെഡ് ലൈൻ ഒക്കെ തന്നത് കൊണ്ട് തന്നെ ആ ഡെഡ് ലൈനിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും അതിലേറെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? നമ്മുടെ ഫെയിലിയറിന്റെ കാര്യങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണിത്. പിന്നെ കേസ് ടു കേസ് ഇതിനകത്തെല്ലാം മാറാറുണ്ട്. അതിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റെസിസ്റ്റൻസ് ടു ദ ചേഞ്ച്. നമ്മളെപ്പോഴും എന്താണോ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ സീനിയേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെത്തേഡ്, വിൽ ഫോളോ ദ സെയിം മെത്തേഡ്. യു വോണ്ട് തിങ്ക് അബൌട്ട് ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദാറ്റ് മെത്തേഡ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ട്രൈ ചെയ്യാൻ ശ്രമിക്കാറില്ല. മാറ്റങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ മാറണം എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് നമ്മൾ സക്സസ് ആകുള്ളൂ. അതല്ലാതെ മാറ്റത്തിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ പലപ്പോഴും എന്താകും? നമ്മുടെ ഫെയിലിയർ ആകും. അതുപോലെ തന്നെയുള്ളൊരു വലിയൊരു ഘടകമാണ് ഓവർ ഡിപ്പെൻഡൻസ്. ഞാൻ എല്ലാ പോയിന്റുകളും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് തിയറി ഓറിയന്റഡ് അല്ല, നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകേണ്ടതും. ഓവർ ഡിപ്പെൻഡൻസ്, എന്ത് ഒരു റിക്വയർമെന്റ് നമ്മുടെ ഒരു ഓഫീസിൽ വന്നാലും നേരെ GMO അല്ലെങ്കിൽ സെയിൽസിന്റെ ഓപ്പറേഷൻ മാനേജറോ MDയോ എന്തിലൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താവും? ഓവർ ടെൻസ്ഡ് ആയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കും, അതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാം. ഡിപ്പെൻഡൻസ് വേണമെന്നുള്ളതല്ല, ഡിപ്പെൻഡൻസ് നമുക്ക് ആവശ്യമാണ്, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കണം. പക്ഷെ ഓവർ ഡിപ്പെൻഡന്റ് ആവരുത്. ഓവർ ഡിപ്പെൻഡന്റ് ആവാതെ എന്താകണം? നമ്മൾ 1 ടൈം 2 ടൈം 3 ടൈം ഒരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലേണിംഗ് നമ്മൾ അതിനെ എപ്പോഴും മോഡിഫൈ ചെയ്തിട്ട് ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് മറ്റുള്ള ആളുകളുടെ ഒന്ന് മ്യൂട്ട് സെറ്റിംഗ്സിൽ ഒന്ന് മാറ്റിയിട്ടാൽ നന്നാകും. നമ്മുടെ Q&A സെഷനിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അപ്പോ എക്സൽ എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോ ജസ്റ്റ് ഒരു ബ്ലാങ്ക് എക്സലിലേക്ക് പോവുകയാണ്. നമ്മൾ തിയറി അല്ലെങ്കിൽ ഇതിന്റെ ഒരു അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട്
പ്രാക്ടിക്കലി നമ്മളൊരു എക്സലിലേക്ക് പോവാണ്. എൻ്റെ സ്ക്രീനിൽ എക്സൽ കാണാമെന്ന് വിചാരിക്കും. ഇല്ല, കാണുന്നില്ല, കാരണം ഷെയർ ചെയ്തിട്ടില്ല. മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താണ്. ഇപ്പൊ കാണാലോ അല്ലേ? ആരൊക്കെ അത് ശ്രദ്ധിക്കണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനത് ഷെയർ കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. കാണുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു എക്സൽ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്നതാണ് ഈ സംഭവം. മുകളിൽ കുറേ സംഭവം, ഫയല്, ഹോം, ഇൻസെർട്ട്, ഡ്രോ. നിങ്ങള് എല്ലാവരും എന്ത് ചെയ്യാ, അവരവര് സ്വയം കൺട്രോൾ ചെയ്യാം. നമ്മളെല്ലാവരും മെച്ചേർഡ് ആണ്, പ്രൊഫഷണൽ ആണ്. അപ്പോ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതെ മെച്ചേർഡ് ആകാം. റിയാസാറെ മൈക്ക് മൂട്ടാണ്. എന്നെ ഒരു മ്യൂട്ട് ആക്കിയതാണ്. എല്ലാവരും മ്യൂട്ട് ആക്കിയപ്പോ ഞാനും മ്യൂട്ടായി പോയി. റെഡി ആയിപ്പോയി. ശരി. അപ്പോ നമ്മളുടെ ഈ എക്സൽ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണിത്. 1 സെക്കൻഡ്. മുകളിലപ്പോ ഫയല്, ഹോം, ഇൻസെർട്ട്, സ്ക്രീൻ കാണാലോ അല്ലേ? ഞാൻ സെറ്റിംഗ്സ് മാറ്റി കാണുന്നുണ്ട്. ക്ലിയർ. കാരണം എന്നാലും എനിക്ക് ആ മുകളിലുള്ള സംഭവങ്ങൾ കാണാൻ കഴിയുള്ളേ. അപ്പോ ഇതെല്ലാം വെറുതെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമല്ല. ഇതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ആവശ്യങ്ങളുണ്ട്. അത് ഓരോന്നിലേക്ക് നമുക്ക് ചെറുതായിട്ടൊക്കെ വരാം. നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് പോയിന്റുകളിലേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത്. ആ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് ഉപകാരപ്പെടുകയും വേണം ഡേ ടു ഡേ ലൈഫിൽ. അപ്പൊ അതില് ഈ കാണുന്ന ഷീറ്റ്, ഇത് നമ്മുടെ ഇപ്പുറത്തെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഷീറ്റ് ആയിട്ട് മാറും. ഇതിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബഹ്റൈൻ വിസിറ്റർ. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്യണമെങ്കിൽ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സംഭവങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ആകും, ടൈപ്പ് ചെയ്യും. ബാക്കി ഇതിന്റെ ഓപ്പണിങ്, സേവാസ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് നമ്മൾ പറയുന്നില്ല. എക്സൽ ഉപയോഗിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കൈപൊക്കാം. ഇതുവരെ എക്സൽ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കൈപൊക്കാം. ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതേ എക്സലില് കുറെ ഡാറ്റകളുണ്ട്. അപ്പൊ ആ ഡാറ്റയെ നിലനിർത്തിയിട്ട് നമുക്ക് ഇതേ ഷീറ്റ് തന്നെ ഇങ്ങോട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ ഇതേ ഷീറ്റ് തന്നെ ഇവിടെ ഒരു കോപ്പി ആയിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ അടിച്ചാൽ മൂവർ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഏത് പൊസിഷനിലാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് മാറ്റിയതിന് ശേഷം ക്രിയേറ്റ് എ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതേപോലെ ഒരു കോപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതല്ല, ഈ ഒരു പർട്ടിക്കുലർ ഷീറ്റ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മൂവർ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ ബുക്ക്, അതായത് എല്ലാവരും സ്ക്രീനിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാം. റൈറ്റ് ബട്ടൺ അടിച്ച് മൂവർ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടു ബുക്ക് എന്നുള്ളത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അവിടെ ന്യൂ ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചാൽ പുതിയ ഷീറ്റായിട്ട് പുതിയ എക്സലിലേക്ക് പോകും. അതല്ല, ക്രിയേറ്റ് എ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് തന്നെ വേറെ ഷീറ്റിൽ എക്സലിലേക്കായിട്ട് മാറും. കണ്ടോ? ഇപ്പൊ മറ്റുള്ള ഷീറ്റുകളൊക്കെ മാറി ഈ ഷീറ്റ് മാത്രമായിട്ട് വേറെ എക്സലിലേക്ക് വന്നു. അപ്പോ ഇതൊരു സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാകാം, ഉപയോഗിക്കാത്തതാകാം. ഒരു എക്സലിന്റെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഈ ഡ്രൈവിംഗ് മാതിരിയാണ്. അത്യാവശ്യം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വണ്ടി ഓണാക്കി ഗിയറിലേക്ക് ഇട്ട് വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആവില്ല പൊതുവെ. അതേസമയം ഒരു വണ്ടി ഓടിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട്
അവൻ ഒരു പക്ഷേ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇനീഷ്യൽ സ്റ്റേജുകളിൽ വണ്ടി ഓഫായി പോകും. എസ്പെഷ്യലി നമ്മളൊക്കെ പണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിച്ചിരുന്ന സാഹചര്യം പോലെ ഓരോരുത്തർ വണ്ടി സ്റ്റാർട്ടാക്കണേം കാണാം, എടുത്തുകൊണ്ട് പോകുന്നതും കാണാം. എന്നാൽ പലപ്പോഴും നമ്മളത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഓഫായി പോകാറുണ്ട്, ചിലവർക്ക് ഓഫായി പോകാതെ കിട്ടാറുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ ഈ എക്സൽ പഠനങ്ങൾ. ചില ആളുകൾ ഇതിനകത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചില ടോപ്പിക്കുകൾ വരുമ്പോൾ അവർക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും. എന്നാൽ എല്ലാ ആളുകളുടെയും എന്താണ് അവരുടെ നോളജ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ സെഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ടും നമ്മളൊരു മോഡറേറ്റ് ലെവലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ തീരെ എക്സലിൽ തീരെ അറിയാത്ത ആളുകളാണ്, വെരി ബേസിക് വേണമെന്നുള്ള റിക്വയർമെന്റുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു സെഷനായിട്ടും വെക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഈ സംഭവം ഒരു ചെറിയൊരു സിമ്പിൾ കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെ മൂവ് ഓർ കോപ്പി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കളർ കാര്യങ്ങൾ കൊടുത്ത് ഓരോ ഷീറ്റിനും അല്ലെങ്കിൽ ഓരോ ഷീറ്റിനും നമുക്ക് വ്യത്യസ്തങ്ങളായ കളർ കൊടുത്ത് നമുക്ക് മാച്ച് ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം, കളർ വേണമെങ്കിൽ കളർ കൊടുക്കണ്ട. അപ്പൊ ഇതാണല്ലേ, അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളും കൊടുത്തു. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരുപാട് ഷീറ്റായി, ഈ ഷീറ്റിൽ 1-2 ഷീറ്റ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. ഈ ഷീറ്റുകൾ രണ്ടും വേണ്ടെങ്കിൽ വീണ്ടും ഹൈഡ് ചെയ്യാം. അല്ല, ഹൈഡ് ചെയ്ത് വെച്ച ഷീറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അൺഹൈഡ് ചെയ്താൽ മതി. അങ്ങനെ അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്തിട്ടുള്ള ഏതെല്ലാം ഷീറ്റുകളാണ് ഉള്ളത് അതിന്റെ ലിസ്റ്റ് വരും. അതിനകത്ത് ഏതാണെന്ന് വെച്ച് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് നമുക്ക് ഇൻ കേസ് അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയല്ല. സേവാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നേരെ ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ ലൊക്കേഷൻ ആ ലൊക്കേഷനിൽ നമ്മൾ സേവ് കൊടുത്തിട്ട്, ഉദാഹരണം ഞാനിവിടെ മൈ ഡോക്യുമെന്റ് എന്നുള്ള ലൊക്കേഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൈ ഡോക്യുമെന്റേഷൻ കൊടുത്തു. ഇപ്പോൾ ബഹ്റൈൻ, ഞാൻ ഇപ്പോൾ ട്രെയിനിങ് തന്നെ കൊടുക്കുന്നു, ബഹ്റൈൻ വിസ്ഡം കൊടുത്തു. ഇതിന് ശേഷം എനിക്ക് ഈ എക്സല് എനിക്ക് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നേരെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ഈ ജനറൽ ഓപ്ഷനിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കാനേ കഴിയുള്ളൂ. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ ഒരു 1 2 3 എന്ന് പറയുന്ന ഒരു പാസ്വേഡ് കൊടുക്കുന്നു, ഉദാഹരണം അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി അത് റീഡ് ഓൺലി റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ഫയൽ കാണാനേ പറ്റുള്ളൂ, അതിനകത്ത് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ഓൺലി ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യാം. ഈ സേവ് ചെയ്ത ഫയല് ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് അത് വീണ്ടും ആ ലൊക്കേഷനിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്ത് വരും, നമുക്കിപ്പോൾ നമ്മൾ കൊടുത്ത പാസ്വേഡ് നമുക്ക് കൊടുത്താൽ മാത്രമാണ് നമുക്കത് ഓപ്പൺ ആയിട്ട് വരിക. കണ്ടാ, പാസ്വേഡ് ചോദിച്ചു, 1 2 3 ഞാൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും 1 2 3. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഓപ്പൺ ആയി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു എക്സല് നമുക്ക് പാസ്വേഡ് മറന്നുപോയാൽ അതിന്റെ ബ്രേക്കിംഗ് ഭയങ്കര ഡിഫിക്കൽറ്റി ആണ്. നോർമൽ സിനാരിയോയിൽ അത് ബ്രേക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഓർമ്മയുള്ള പാസ്വേഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാനോ അല്ലെങ്കിൽ കൊടുത്ത പാസ്വേഡ് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനോ ശ്രമിക്കാം. ഇനി ഇപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് ഹെഡുകൾ കൊണ്ടുവരികയാണ്. ഉദാഹരണം, ഇപ്പൊ നമ്മള് ഇതൊരു പഠനമായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ലൈഫിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ നെയിം ഓഫ് ദ സ്റ്റുഡന്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് അവിടെ ഒരു സബ്ജക്റ്റ് ഞാൻ കൊടുത്തു. സബ്ജക്റ്റ് കൊടുത്തു, മാർക്ക് സ്കോർ ചെയ്ത് കൊടുത്തു, അതിന്റെ പെർസെൻറ്റേജ് കൊടുത്തു. ഉദാഹരണം, നെയിം ഓഫ് ദ സ്റ്റുഡന്റിൽ ഒരാളുടെ പേര് പറയാതെ തന്നെ നെയിം 01, നെയിം 02. ഉദാഹരണം, ഒരു പേര് കൊടുത്തു, അതിന്റെ എൻഡിൽ ഡിജിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ താഴേക്ക് 2 3 4 5 6 എന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിൽ പിടിച്ചിരുന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ 1 2 3 4 5 6 എന്നുള്ള അതേ ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരികയും ചെയ്യും. ഇനി നമ്മൾ ജസ്റ്റ് ഒരു 5 വരെ വെക്കുന്നുള്ളൂ. ആ 5 നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് കൺട്രോൾ C കൺട്രോൾ V
നമ്മൾ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ശരിക്കും നമുക്ക് 4 സബ്ജക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ ഇംഗ്ലീഷ് വെച്ചു. ഇനി ഇതേ കാര്യങ്ങൾ താഴേക്ക് വരെ ആ 5 ഒരേപോലെ വേണമെങ്കിൽ മുകളിലത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ആരോ മാർക്ക്, അപ്പ് ആരോ മാർക്ക് ഉണ്ട്, ഡൗൺ ആരോ മാർക്ക് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ഞാൻ ഡൗൺ ആരോ മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ എന്താകും, അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരും. ജസ്റ്റ് ഞാൻ മാത്സ് കൊടുത്തു, മാത്സും ഇതേപോലെ ഞാൻ കൺട്രോൾ ഡി കൊടുത്തു. നെക്സ്റ്റ് ഹിന്ദി കൊടുത്തു, ഇത് ഞാൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി കൊടുത്തു. നെക്സ്റ്റ് ഞാൻ അറബിക് കൊടുത്തു, അതിനും ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ഡി കൊടുത്തു. ഇതിന് പലതിനും പല മാർക്കായിരിക്കുമല്ലോ ഓരോരുത്തർക്കും. നമ്മൾ 100ലാണ് മാർക്ക്. 100ലുള്ള മാർക്കിൽ ഈ ഇംഗ്ലീഷിന് നെയിം 1നുള്ള ആൾക്ക് ഒരു 85 കിട്ടി, ഒരു 65 കിട്ടി, ഒരു 95 കിട്ടി, ഒരു 78 കിട്ടി, ഒരു 63 കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇതേ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ജസ്റ്റ് ഫോർ കാൽക്കുലേഷൻ പർപ്പസിൽ എല്ലാത്തിനും 2 കുറവായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് എന്തായി 2 പോലെ കുറഞ്ഞിട്ടുള്ള ഫോർമുലകൾ അവിടെ നമുക്ക് കണക്ട് ചെയ്തിട്ട് വരും. ഇനിയിപ്പോ എല്ലാവരും 100 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പെർസെൻറ്റേജ് നേരെ എന്ത് ചെയ്തു, ഡിവൈഡ് ബൈ 100 എത്ര 85%. അതിന് നമുക്ക് സിമ്പിളിലേക്ക് എടുക്കണമെങ്കിൽ നേരെ ഹോം ബട്ടൺ അടിക്കാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വരേണ്ടതുണ്ട്. ഇവിടെ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഉണ്ട്, ആ പെർസെൻറ്റേജ് സിമ്പിളിലേക്ക് വന്നു. ഈ പെർസെൻറ്റേജ് സിമ്പിളിലേക്ക് വരുന്ന സമയത്ത് തന്നെ അതിന് ഡെസിമൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ളതാണ് ലെഫ്റ്റ് ആരോ മാർക്ക്. ഞാൻ എൻ്റെ മൗസ് പോയിന്റ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് ഇൻക്രീസ് ഡെസിമലും റൈറ്റ് ഡിക്രീസ് ഡെസിമലും ആണ്. അപ്പൊ ഞാൻ ഇൻക്രീസ് ഡെസിമലിന് ഞാൻ 2 ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം ഇതേ ഫോർമുലകൾ താഴേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ടിൽ വേർ വി വാണ്ട്. ഓട്ടോമാറ്റിക്കലി ഇവിടം വരെ അതിന്റെ ഫോർമുലകൾ ഡ്രാഗ് ചെയ്തു, അതിന്റെ പെർസെൻറ്റേജ് കിട്ടി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോ ജസ്റ്റ് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതേ ഒരു ഡാറ്റ, ഈ ഡാറ്റയുടെ ഓരോ നെയിം, ഓരോ സ്റ്റുഡന്റിന്റെ പേരിലും അവർക്ക് കിട്ടിയിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെ മാർക്കും അവരുടെ പെർസെൻറ്റേജും നമുക്കൊരു, ഇതിപ്പോ ഒരു 100ഓളം കുട്ടികൾ ഉണ്ടെങ്കിൽ ലിസ്റ്റുകൾ താഴേക്കായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് അതിനൊരു സമ്മറൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് വോയിസും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു ഓക്കെ പഠിച്ചേ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഉണ്ടായാലും എനിക്കൊരു മെഷീൻ ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിനെ നമ്മളൊരു സമ്മറൈസ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു 100ഓളം സ്റ്റുഡന്റ് ഉണ്ട്. 100ഓളം സ്റ്റുഡന്റിനെ ഉള്ള ഡാറ്റയെ നമ്മൾ ഓരോ സ്റ്റുഡന്റിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യുകയോ സമ്മറി റിപ്പോർട്ട് ഉണ്ടാക്കുകയോ ചെയ്യാം. അപ്പൊ 1 ബൈ 1 നമ്മൾ ഓരോ സെഗ്മെന്റിലേക്ക് നമുക്ക് മൂവ് ആവാം. ഇപ്പൊ ഇതേ സ്റ്റുഡന്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റയിൽ പോയിട്ട് നേരെ ഇവിടെ ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം ഫിൽട്ടറായി. ഫിൽട്ടർ ആയതിനു ശേഷം നമുക്ക് സ്റ്റുഡന്റിന്റെ കോളത്തിൽ വന്നിട്ട് സ്റ്റുഡന്റ് നെയിം 3 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ ആ സ്റ്റുഡന്റിന് വന്ന ഓരോന്നിന്റെ മാർക്കുകളും ഓരോ സബ്ജക്റ്റിന് വന്ന മാർക്കും അതിൻ്റെത് മാത്രമായിട്ട് നമുക്ക് വന്നു. അതല്ല ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ 2 സ്റ്റുഡന്റിന്റെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടി. അതല്ല ഇതെല്ലാം മാറ്റിയിട്ട് വേറെ സ്റ്റുഡന്റിന്റെ ഡാറ്റ ആണെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ ഇൻഫോർമേഷൻ നമുക്ക് വന്നു. ഇനി വന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിന്റെ ടോട്ടൽ വരണം. ഈ ടോട്ടലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യണം, ഇതേ സ്കോർ എന്നുള്ളത് ഞാൻ ഒരു തവണയും കൂടി ഞാൻ അവിടെ കോപ്പി ചെയ്തിട്ട് സെയിം ആണ്, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. മാർക്ക് സ്കോർ എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് അതേ കോപ്പി ചെയ്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചു. വേറെ ഒന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ, സെയിം ആയിട്ട് തന്നെ ഇട്ടു. അപ്പോ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഈസിക്കൽ ടു സം അടിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓൾ ടോട്ടൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഓൾട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ അടിച്ചാൽ നമുക്കത് വരും. അതേസമയം നമ്മൾക്ക്
ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഒരു സംഭവത്തില് സ്റ്റുഡന്റ് 5 മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എനിക്ക് ഇതിന്റെ ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് ഓൾ ടോട്ടൽ ആണ്. അപ്പൊ എനിക്ക് ആ ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഫിൽട്ടർ ചെയ്യുന്നതിന്റെ സബ് ടോട്ടൽ മാത്രമായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഈസ് ഈക്വൽ ടു സബ് ടോട്ടൽ. സബ് ടോട്ടൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ ഉള്ളതാണ് ആവറേജ്, കൗണ്ട്, മാക്സ്, മിനിമം, പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെയുള്ള ഓരോന്ന് കഴിഞ്ഞാൽ പോയിന്റ് നമ്പർ 9 നമുക്ക് സം എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 9 പ്രസ് ചെയ്തിട്ട് കോമ ഇട്ട് കൊടുക്കുക. അപ്പൊ അതേ ഫോർമാറ്റിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ നമ്മൾ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ഫിൽട്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടിന്റെയും ആൻസർ റിമെയിൻ സെയിം ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ എടുത്ത സ്റ്റുഡന്റ് നെയിം 5 നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തു. അപ്പൊ ആക്ച്വൽ ഇതിന്റെ സബ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 240 ആണ്. ഞാൻ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ താഴെ 3 ഓപ്ഷൻസാണ് വരാം. ഒന്ന് ആവറേജ്, 2 കൗണ്ട്, മൂന്നാമത്തെ സം. ഈ സം എന്ന് പറയുന്നത് 240 ആണ്. ആ 240 തന്നെ ഞാൻ സബ് ടോട്ടൽ എടുത്തപ്പോൾ വന്നു. അതേസമയം സം ഇട്ടിട്ട് നമ്മൾ ഫോർമുല കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരാം ഓൾ ടുഗദർ ടോട്ടൽ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ആൻഡ് സബ് ടോട്ടൽ. ക്ലിയർ? അപ്പോ സമ്മ് നമുക്ക് ഓൾ ടുഗദർ സമ്മ് കാണണം എന്നുണ്ടെങ്കിലാണ് സം ഉപയോഗിക്കേണ്ടത്. അതല്ല നമുക്ക് ഇതേപോലെ ഫിൽട്ടർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെഗ്മെന്റിനെ മാത്രം ഫിൽട്ടർ ചെയ്തതിന്റെ ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല സം അല്ല സബ് ടോട്ടൽ ആണ് ഉപയോഗിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാൻ വേറൊരു 2 പേരുടെ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഇപ്പൊ നെയിം 2ഉം നെയിം 3ഉം കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ കൂടി സബ് ടോട്ടൽ ആയിട്ട് വരും. ഇനി ഈ സംഭവം ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഞാൻ കൊടുത്ത ഫിൽട്ടറിംഗ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റിന്റെ പേരുകൾ, കാര്യങ്ങൾ എന്തല്ല ഒരു ഓർഡറിലല്ല. അതേസമയം സബ്ജക്ട് നമുക്ക് ഓർഡറിലാണ്. അപ്പൊ ഈ ഒരു സംഭവത്തെ നമുക്ക് സ്റ്റുഡൻസിന്റെ നെയിം, കാര്യങ്ങൾ നമുക്ക് ഓർഡറിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും കൂടി ഞാനിത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഈ ഡാറ്റ ടാബിൽ പോയിട്ട് നേരെ സോർട്ട് കൊടുക്കും. സോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓരോ ഫങ്ഷൻസ്, അതായത് സോർട്ട് ബൈ നെയിം ഓഫ് ദ സ്റ്റുഡന്റ് A to Z എന്നുള്ളത് കൊടുത്ത് ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നു? ഓരോ സ്റ്റുഡന്റിന്റെ പേരും കണ്ടിന്യൂസ് വന്നു. അതിനുശേഷം അവരുടെ സബ്ജക്റ്റ്, മാർക്ക്, കാര്യങ്ങൾ. ഈ മാർക്കിൽ എന്തുകൊണ്ടാണ് എറർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഫോർമുലകളാണ്. ആ ഫോർമുല മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സെല്ല് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ എറർ വന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ഇട്ട ഫോർമുല ഉണ്ടല്ലോ, ഇവിടെ ഇതെല്ലാം ഫോർമുല ഇട്ടത്. ഈ ഫോർമുലേനെ നമ്മളത് ഫോർമുല കളയുകയാണ്. ഫോർമുല കളയാനായിട്ട് Ctrl+C അടിക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം പേസ്റ്റ് വാല്യൂ പെഷനില് വാല്യൂസ് കൊടുത്താൽ ഇനി ഞാൻ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല? ആ പ്ലസ് ഓർ മൈനസോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഞാനത് ഇനി ഇതേ പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ ഇപ്പുറത്തേക്ക് Ctrl+C Ctrl+V അടിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഇതേ പ്രോസസ്സ്, സോർട്ടിംഗ് എന്ന് പറയുന്ന ഇതേ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നെയിം ഓഫ് ദ സ്റ്റുഡന്റ് കൊടുത്തു. അതിന് ശേഷം ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ ഓരോ നെയിമും കണ്ടിന്യൂസ് വന്നു. അതിന്റെ സബ്ജക്റ്റുകളും അതിന്റെ മാർക്കുകളും വന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു റിക്വയർമെന്റ് വരെയാണ്. ഇത് ഇങ്ങനെ മാത്രം സോർട്ട് ചെയ്താൽ പോരാ. നെക്സ്റ്റ് ഓരോ സ്റ്റുഡൻസിന്റെ അണ്ടറിലും ഹയസ്റ്റ് ആദ്യം വരണം, പിന്നെ ലോവസ്റ്റ് വരണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ആഡ് ലെവൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ലെവൽസിൽ പോയിട്ട് മാർക്ക് സ്കോർ സെലക്ട് ചെയ്യുക. ആദ്യം ലാർജസ്റ്റ് സ്മോളസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഓക്കെ അടിച്ചു. അപ്പോൾ 85, 83, 79 ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഹയസ്റ്റ് ഫസ്റ്റ് ലോവസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. ഇനി ഇതേ സംഭവത്തിന് ഓരോ സ്റ്റുഡൻസിന്റെയും ടോട്ടലുകൾ നമ്മൾക്ക് വരണം എന്നുള്ള അടുത്ത റിക്വയർമെന്റ് വരികയാണ്. ഓരോ എല്ലാ സ്റ്റുഡന്റിനെയും നമുക്ക് ഒരുമിച്ച് കിട്ടി. ഇതൊരു സ്റ്റുഡന്റിന്റെ പേര് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റോ സെലക്ട് ചെയ്യുക. Ctrl+ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോ ക്രിയേറ്റ് ആവും. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതിന്റെ ടോട്ടൽ ഇത്രയാ 328. അതിനുശേഷം സ്റ്റുഡന്റ് 2ന്റെ താഴെ വന്നിട്ട് ഇതിന്റെ ടോട്ടൽ എത്രയാ? ഇത് 248. ഇങ്ങനെ ഓരോരുത്തരുടെയും ടോട്ടൽ വേണം എന്നുള്ളൊരു റിക്വയർമെന്റ് വരെയാണ്. ഞാനത് ആഡ് ഓൺ ചെയ്ത് റിമൂവ് ചെയ്യാൻ ഞാൻ Ctrl+Z ചെയ്താൽ അതിനെന്ത് ചെയ്യും? അൺഡു ചെയ്യാൻ പറ്റും.
അപ്പൊ ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ആണ് നെക്സ്റ്റ് വന്നത്. ഇതിങ്ങനെ എനിക്കൊരു 100-150 സ്റ്റുഡന്റ് ഉള്ളപ്പോൾ ഓരോ സ്റ്റുഡന്റിന്റെയും താഴെ പോയി എനിക്കത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്ത് മാനുവൽ സമ്മ് ഇക്വേഷൻ ഇടുക എന്ന് പറയുന്നത് ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെങ്ങനെ നമുക്കൊരു ഓട്ടോമൈസ് അല്ലെങ്കിൽ ഒരു ഫോർമുല ഡ്രിവൺ ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതിനെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റയിൽ പോയി. അപ്പൊ ഇതിനകത്ത് ഓരോ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്കത് കൂടുതലും എന്ത് കിട്ടുക, ഓർമ്മയിൽ വരാം. ഞാൻ ഇവിടെ ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സലിന്റെ ടെംപ്ലേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ എക്സലിന്റെ വെർഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ അലൈൻമെന്റ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഡാറ്റ എടുത്തതിന് ശേഷം ഔട്ട്ലൈൻ എന്നുള്ളതിന്റെ അണ്ടറിലായിരിക്കും എനിക്ക് സബ് ടോട്ടൽ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ചില ആളുകൾക്ക് ഡയറക്റ്റ് തന്നെ ഡാറ്റയിൽ നേരിട്ട് നോക്കിയാലും സബ് ടോട്ടൽ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അറ്റ് ഈച്ച് ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റുഡന്റിനെയാണ് ടോട്ടൽ വേണ്ടത്. എന്താണ് എനിക്ക് വേണ്ടത്? ടോട്ടൽ ആണ്, സം ആണോ, കൗണ്ട് ആണോ, ആവറേജ്? സം ആണ്. എന്താണ് സം വേണ്ടത്? മാർക്ക് സ്കോർ എന്ന് പറയുന്നതാണ് സം വേണ്ടത്. രണ്ട് ഇതിന്റെ ഹെഡുകളുടെ ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ചെയ്യാം. ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓരോ സ്റ്റുഡന്റിന്റെയും നെയിമിന് താഴെ അതിന്റെ ടോട്ടൽ ഇന്നതാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോ എനിക്ക് അത് ആ ടോട്ടൽ വന്നതൊന്ന് കളർ ചെയ്യണം, ഒന്ന് മൊഞ്ച് കൂട്ടണം എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഫിൽറ്ററിൽ പോയിട്ട് നേരെ ടോട്ടൽ എന്ന് മാത്രമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ടോട്ടൽ വന്നു. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോ ഇതിന്റെ ഇടയിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ട്. നമ്മൾ ഈ സെലക്ട് ചെയ്ത ഡാറ്റകൾ മാത്രം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കളർ ചെയ്യേണ്ടത്. അതിന്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല എക്സലിലും ഓട്ടോമാറ്റിക് ക്യാപ്ചർ ആവുന്നുണ്ട്. പക്ഷെ മാക്സിമം എന്ത് ചെയ്യുക, ഓൾട്ട് സെമി കോളൻ എന്നുള്ള ആ രണ്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു കളർ കൊടുക്കുന്നു. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഈ കളറോ അതുപോലെ തന്നെ ഫുള്ള് ഞാനത് ബോൾഡും ചെയ്തു. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ഫിൽറ്ററിങ് ഞാൻ മാറ്റി. ഫിൽറ്ററിങ് മാറ്റിയിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഓരോ ടോട്ടലിന്റെ താഴെയും അതെന്തായി, കളറിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലേക്ക് ഇത് മാറി. ഓൾ ടുഗദർ ഇതാണ്. ഗ്രാൻഡ് ടോട്ടലിന്റെ ആവശ്യമില്ല, അത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ബാക്കി ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളിലെല്ലാം ടോട്ടൽ നമുക്ക് ഓട്ടോമാറ്റിക് വന്നു. ഇപ്പൊ ഒരു 100-150 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഓരോരുത്തരുടെയും നമ്മൾ പോയിട്ട് മാനുവലി ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ സെലക്ട് ചെയ്ത ഓപ്ഷന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. നേരത്തെ നമ്മൾ കാണിച്ച സബ് ടോട്ടൽ എന്ന് പറയുന്ന ഫോർമുല അവിടെ ക്രിയേറ്റ് ആയി വന്നു. ഇപ്പുറത്തെ നോക്കിക്കഴിഞ്ഞാൽ സെയിം കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇനിയിപ്പോ നമുക്ക് ഈ സബ് ടോട്ടൽ എന്ന് പറയുന്നത് വേണ്ട. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ആ പ്ലസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്ന് മാത്രം കാണുമെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം കാണും. അല്ല വേറെ കൂടി കാണുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണും. ഒരുമിച്ച് എല്ലാം കാണുമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ 1, 2, 3 എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഷൻ ആണ്. അത് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മിനിമൈസ് ആവും. 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എക്സ്പാൻഡ് ആവും. ഇനി 1 ആണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ ടുഗദർ ഗ്രാൻഡ് ടോട്ടൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു സംവിധാനം എക്സലിൽ നമുക്ക് ഇതേപോലെ സബ് ടോട്ടലുകളോ അല്ലെങ്കിൽ ഓരോന്നിന്റെ സബ് ടോട്ടലുകളോ കാണേണ്ട സാഹചര്യം നിങ്ങളുടെ വർക്കിന്റെ ബേസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ, ആ സെയിൽസ്മാൻ ഇതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിന് പല ബ്രാഞ്ചസും ഉണ്ട്. ഇതേപോലെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് ആ ഓരോ സെയിൽസിന്റെ കസ്റ്റമർ വൈസ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വൈസ് അല്ലെങ്കിൽ ലൊക്കേഷൻ വൈസ് ഡാറ്റകൾ എടുക്കാനോ, ഇനിയിപ്പോ അക്കൗണ്ട്സിന്റെ കേസ് ആണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. അക്കൗണ്ട്സിൽ ഇതേപോലത്തെ കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ സെയിൽസ് ഏരിയ വൈസോ സെയിൽസ്മാൻ വൈസോ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ടെക്നിക്സ് ആണ് ഈ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. അപ്പൊ അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാൻ ഈ കാണിച്ച സബ് ടോട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഇത് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞത് ഇനിയും വ്യക്തത കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം.
ഓക്കെ. അപ്പോ ഇത് വീണ്ടും ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നേരെ ഡാറ്റയിൽ പോയിട്ട് ഔട്ട്ലൈനിൽ പോയി സബ് ടോട്ടൽ ഞാനിത് ഫുള്ളും റിമൂവ് ചെയ്തു. റിമൂവ് ഓൾ കൊടുത്താൽ ഇത് ഫുൾ റിമൂവ് ആവും. ഇപ്പൊ റിമൂവ് ചെയ്തിട്ട് നേരത്തെ സോർട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് വീണ്ടും ഞാൻ സോർട്ട് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ കാണിക്കുന്നു. സെലക്ട് ചെയ്യുന്നു, ഡാറ്റയിൽ പോകുന്നു, സോർട്ട് കൊടുക്കുന്നു. സോർട്ട് കൊടുത്തിട്ട് നെയിം ഓഫ് ദ സ്റ്റുഡന്റ് A to Z മാർക്ക് സ്കോർ ലാർജസ്റ്റ് സ്മോളസ്റ്റും കൊടുത്ത് ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചപ്പോൾ അതിന്റെ പേരും അതേപോലെ തന്നെ ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാർക്കും കയറി വന്നു. ഇനി അതിനുശേഷം ഈ ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ പോയി ഇവിടെ നമുക്ക് ഹോം, ഇൻസെർട്ട്, ഡ്രോ, ലേഔട്ട്, ഫോർമുല, ഡാറ്റ, അതിൽ ഡാറ്റയെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഔട്ട്ലൈനിൽ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് എന്നുള്ളതാണ് നെയിം ഓഫ് സ്റ്റുഡന്റ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഞാൻ ഇപ്പൊ നെയിം ഓഫ് സ്റ്റുഡന്റ് എടുത്തു. നമുക്ക് എന്താണ് വേണ്ടത്? സം ആണോ, ആവറേജ് ആണോ, കൗണ്ട് ആണോ? അപ്പോൾ നമുക്ക് വേണ്ടത് സം ആണ്. ഓരോ കുട്ടികളുടെയും മാർക്കിന്റെ ടോട്ടൽ ആണ് വേണ്ടത്. ടോട്ടൽ ഈക്വൽ സം. അതിനുശേഷം ഏതെല്ലാം കോളത്തിലാണ് സബ് ടോട്ടലുകൾ വേണ്ടത്? ഇപ്പൊ ഞാനിപ്പോ മാർക്ക് സ്കോറിലും, മാർക്ക് സ്കോർ എന്ന് പറയുന്നത് നമ്മൾ 2 ഹെഡിങ് ഇട്ടതുകൊണ്ട് 2 ഹെഡിങ് ഞാൻ സെലക്ട് ചെയ്തു. ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു? അത് ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓരോന്നും താഴെ താഴെ വന്നു. ഇനി അതിന് ശേഷം എനിക്കത് ആ ടോട്ടലുകളെ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടോട്ടൽ മാത്രമാണ് ഞാൻ ഫിൽട്ടർ ചെയ്തു. ഫിൽട്ടർ ചെയ്ത് ഞാനത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് സെമി കോളൻ, അതായത് കുത്തും കോമ സംഭവം ഉണ്ടല്ലോ, ആ കുത്തും കോമ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് കുത്തും കോമയും ക്ലിക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആവുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള കോളംസ് എന്താവില്ല, അത് കളർ ആവില്ല. ഞാൻ ജസ്റ്റ് വേറെ കളർ മാറ്റി പിടിച്ചു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബോൾഡ് ചെയ്തു. കാരണം ഈ നെയിം ഓഫ് ദ സ്റ്റുഡന്റ് മാത്രമേ ബോൾഡ് ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പൊ ബാക്കിയുള്ളതും കൂടി ബോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് അൺബോൾഡ് ചെയ്തിട്ട് വീണ്ടും ബോൾഡ് ചെയ്യുമ്പോൾ എല്ലാ സെല്ലുകളും ബോൾഡായി. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഫിൽറ്ററിങ് ചേഞ്ച് ചെയ്തു. ഫിൽറ്ററിങ് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഓരോന്നിന്റെയും ടോട്ടൽ ഈസി ആയിട്ട് നമുക്ക് വന്നു. ഗ്രാൻഡ് ടോട്ടൽ വന്നു. ഇനി ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് മൈനസ് ചെയ്തിട്ട് അത് മാത്രമായിട്ട് കാണാം. മൊത്തം കാണുമെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെഫ്റ്റിലുള്ള 3യും, അതല്ല അതിന്റെ ടോട്ടൽ ആണെങ്കിൽ 2ഉം, അതല്ല ഓൾ ടുഗദർ ടോട്ടൽ ആണെങ്കിൽ 1ഉം, 3 ആണെങ്കിൽ ഫുൾ എക്സ്പാൻഷൻ. ഇതാണ് സബ് ടോട്ടലിന്റെ ആകെ തുക എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ആവാം. ഇപ്പോ ഈ സംഭവത്തെ ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ ഡാറ്റാ ബേസിന് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് ഈസി ആയിട്ട് നിൽക്കണോണ്ടാണ് സെയിം എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഇതിനെ സബ് ടോട്ടലിനെ മൊത്തത്തിൽ ഞാൻ റിമൂവ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ ഞാൻ ഡാറ്റ ആക്കി. ഇനിയിപ്പോ നേരത്തെ എടുത്ത പോലെ തന്നെ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സബ് ടോട്ടലിന് പകരം നമ്മൾ അതൊരു പിവോട്ട് ടേബിൾ ആയിട്ട്, നമ്മൾ പൈവോട്ട് ടേബിൾ എന്ന് പറയുന്നു, പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ടേബിളിലേക്ക് നമ്മൾ ഈ ഡാറ്റയെ കൊണ്ടുവരികയാണ്. ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഡാറ്റ എന്ന് പറയുന്ന ടാബിലാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിലാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും പിവോട്ട് ടേബിൾ. അപ്പൊ ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡാറ്റാ ബേസിനെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് വേറൊരു എന്താ പറയാ, ഒരു സംക്ഷിപ്ത രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ പിവോട്ട് ടേബിൾ. അപ്പൊ അതൊരു ടേബിൾ രീതിയിലാണ്. അതിനകത്തേക്ക് നമുക്ക് സ്ലൈസറിങ്ങും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ ഇതിന്റെ ഈ ടേബിൾ ആക്കി കഴിഞ്ഞാൽ ടേബിളിന്റെ ഇടയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡാറ്റകൾ ഇന്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടയിൽ ആഡ് ചെയ്യാനോ കഴിയില്ല. മെയിൻ ഡാറ്റാ ബേസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ റിഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നു. ഡാറ്റയെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ആ ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു റേഞ്ച് ഡാറ്റ നമുക്ക് കയറി വന്നു. ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡോട്ട് ഉള്ള രീതിയിൽ റേഞ്ച് ഡാറ്റ കയറി വന്നു. ഇതിൽ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ന്യൂ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. അതിന്റെ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് വരാൻ ന്യൂ വർക്ക്ഷീറ്റ് ആണ്. അപ്പോൾ പുതിയൊരു ടാബ് ക്രിയേറ്റ് ആയി വരും. അതല്ല നമുക്ക് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ഇവിടെ തന്നെ നമുക്ക് ഇതിന് സമ്മറി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ഇത് മാറും. ഈ ടേബിൾ ഫോർമാറ്റിൽ നമുക്കുള്ളത് ഇതിനകത്ത് 4 ഹെഡാണ്. അപ്പോൾ ആ 4 ഹെഡാണ് ഈ കാണുന്നത്. ഒന്ന് ഫിൽറ്റർ, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ റോ, നാലാമത്തെ വാല്യൂസ്. അപ്പോൾ നേരത്തെ നമ്മ കണ്ടപ്പോൾ റോ ലെവൽ ഡാറ്റയിൽ നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ആണ് കിടന്നിരുന്നത്.
ഞാൻ ആദ്യം നെയിം ഓഫ് ദ സ്റ്റുഡന്റ് എടുത്തു. ഇനി അതിന്റെ താഴെ നമുക്ക് ഉണ്ടായിരുന്നത് സബ്ജക്റ്റ് ആണ്. അതും റോ ലെവലിലാണ് സബ്ജക്റ്റ് വന്നത്. മാർക്ക് സ്കോർ എന്ന് പറയുന്നത് വാല്യൂലാണ്. അത് നേരെ വാല്യൂസിൽ നേരെ സ്കോറും കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഇവിടെ ഇതിനകത്ത് എൻ്റർ അടിച്ച് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു സമ്മറി ഫോർമാറ്റിലേക്ക് ഇത് മാറും. ജസ്റ്റ് അപ്പോ നമുക്ക് അപ്പോ നേരെന്തായി, ഈ ഒരു ഫോർമാറ്റിലേക്ക് സമ്മറി നമുക്ക് കയറി വന്നു. ഈ സമ്മറിയിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേ ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് അതിനോട് ചേർന്ന് സബ്ജക്റ്റുകൾ വരണം. അപ്പൊ ഇതിനൊന്നുകൂടി നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഷെയ്പ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഫീൽഡ് പിവോട്ട് ടേബിൾ ഓപ്ഷൻസ്, അതായത് ഞാൻ ഇതൊരു ടേബിൾ ആണ്. ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ നേരെ റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം പിവോട്ട് ടേബിൾ ഓപ്ഷൻസിലേക്ക് പോയിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസിക് പിവോട്ട് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ആക്കാം. ക്ലാസിക് ഡിസ്പ്ലേയിൽ ക്ലാസിക് പിവോട്ട് ടേബിൾ ലേഔട്ട് ആക്റ്റീവ് ആക്കാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്തായി, ആ ഫോർമാറ്റ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയി. നേരെ നെയിം വന്നു, നെക്സ്റ്റ് കോളത്തിൽ സബ്ജക്റ്റുകൾ വന്നു, അതിന്റെ അടുത്ത കോളത്തിൽ അതിന്റെ ടോട്ടൽ മാർക്സ് വന്നു, അതിന് ഓരോന്നിനും ടോട്ടൽ ഉൾപ്പെടെ വന്നു. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിന്റെയും താഴെ ആയിട്ട് വന്നു. ഇനി അതിനകത്ത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ജസ്റ്റ് ആ സ്റ്റുഡന്റ് മാത്രമാക്കിയിട്ട് നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം വരും. അതല്ല ഓൾ ടുഗദർ സ്റ്റുഡന്റ് വരണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് വരും. ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ കണ്ട ആ ഫീൽഡ് ലിസ്റ്റ് ഇതായിരുന്നു. ഇതിൽ നമുക്കിനി വേറെ ഒരു എന്തെങ്കിലും ഡാറ്റകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ മാറ്റാനും നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ അതിൽ കോളം വൈസ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇയർ, സെയിൽസ്മാന്, ഏരിയ, അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ കോളത്തിന്റെ ഭാഗമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ കൊടുത്തും ഇങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനമാണ് പിവോട്ട് ടേബിൾ. ഈ പിവോട്ട് ടേബിളിൽ തന്നെ നമുക്ക് വരുന്ന ഒരു സംവിധാനമാണ് സ്ലൈസർ എന്ന് പറയുന്നത്. സ്ലൈസർ കിടക്കുന്നത് റിവ്യൂലാണോ? ഇൻസേർട്ട് സ്ലൈസർ എന്ന് പറയുന്ന ഓപ്ഷൻ പിവോട്ട് ടേബിൾ അനലൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർട്ട് സ്ലൈസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ മാത്രം പേരുകൾ ഇവിടെ ഉണ്ടാകും, വേറെ ടാബായിട്ട്. അതല്ല നമുക്ക് വേണ്ടത് അതിൽ കൂടുതൽ ഡാറ്റ ആണെങ്കിൽ ആ ഡാറ്റകളെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ സ്റ്റുഡന്റിന്റെ മാത്രം ഡാറ്റ നമുക്ക് പല രീതിയിലും ഇതിനെ സ്ലൈസറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനും നമുക്കിവിടെ പോസിബിൾ ആണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ഓരോ പിവോട്ട് ടേബിൾ അതിന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ഓരോന്ന് മാറും. അതല്ല ലിമിറ്റഡ് മാത്രമായിട്ടാണെങ്കിൽ ആ ലിമിറ്റഡ് മാത്രം ഇങ്ങനെ ഈ സ്ലൈസർ എന്ന് പറയുന്ന സ്ലൈഡ് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലേക്ക് ഡാറ്റകൾ കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആണ് സിമ്പിൾ ആയിട്ട് ഒരു പിവോട്ട് ടേബിൾ അല്ലെങ്കിൽ പിവോട്ട് ടേബിളിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ്. നമുക്ക് ഇതിനകത്തും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ആഡ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ കഴിയും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈസിക്കൽ ടു ഈ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുക ഫോർമുല, വലിയൊരു ഫോർമുല ആയിട്ടാണ് കാണുക. ജസ്റ്റ് നമ്മളൊരു നോർമൽ സെനാരിയോയില് ഇവിടെ ഒരു എ എന്നുള്ളൊരു സെല്ലുണ്ട്. ഇവിടെ നമ്മൾ ഈസിക്കൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് Q6 എന്ന് പറയുന്നതേ കാണുള്ളൂ. അതേസമയം പിവോട്ട് ടേബിളിൽ നമ്മളൊരു ഈസിക്കൽ ടു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ഇതായിട്ടായിരിക്കും മാറുന്നത്, ഒരേ ഡാറ്റ ആയിട്ട് മാറും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈസിക്കൽ ടു പോയിട്ട് ഇപ്പോൾ ഈ സെല്ല് നെയിം എന്ന് പറയുന്നത് N7 ആണ് അല്ലെങ്കിൽ N6 ആണ്. N6 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്യൂസ് വരും.
അപ്പോൾ പിവോട്ട് ടേബിളിൽ നിന്ന് നമ്മൾ സെൽ റെഫറൻസ് ഈക്വേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഡയറക്റ്റ് കൊടുക്കാതെ ആ സെൽ റെഫറൻസ് വെച്ച് കൊടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളത് പിവോട്ട് ടേബിൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ സ്ലൈസർ പറഞ്ഞു. ഈ സംവിധാനങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ക്ലിയർ ആക്കാം. ഓരോരോ സ്ലൈസറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടു. പിന്നെ അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ ആ ഡാറ്റ നമുക്ക് തരാം. അല്ല ഇതിനകത്ത് അറബിക്കാണെങ്കിൽ അറബിക്ക്, 57 87 അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് ആ ഡാറ്റകളെല്ലാം നമുക്കിവിടെ സ്ലൈസറിന്റെ ഇതിനകത്തേക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈസർ പോവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ട് അൺഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡാറ്റ സബ്ജക്റ്റ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായി, അതും അൺഫിൽട്ടർ ചെയ്തു ഫുൾ സബ്ജക്റ്റിന്റെ പഴയ ഡാറ്റയിലേക്ക് എത്തിച്ചു. സംഭവം ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ചാറ്റ് മറ്റേ വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ആളുകൾ പോയോ? എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്, എല്ലാവരും പ്രതികരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടേക്കണോണ്ട് എനിക്കത് കാണാൻ കഴിയില്ല. അപ്പോ പിവോട്ട് ടേബിൾ ഇനിയും ക്ലിയർ ആയി. പിവോട്ട് ടേബിൾ അതോടൊപ്പം തന്നെ സ്ലൈസർ എന്നുള്ള രണ്ട് കൺസെപ്റ്റ്, നമ്മുടെ സോർട്ടിങ്, ഫിൽറ്ററിങ്, സബ് ടോട്ടൽ, ഇങ്ങനെയുള്ളൊരു 4-5 സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ആ സംഭവങ്ങൾ ഇനിയും ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് പിവോട്ട് ടേബിൾ, സ്ലൈസർ, അതോടൊപ്പം തന്നെ സോർട്ടിങ്, സബ് ടോട്ടൽ, ഫിൽറ്ററിങ് എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇനിയും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ പറയാം. അതല്ല വൈകി വന്ന ആളുകൾക്കാണെങ്കിൽ ഇതിന്റെ റെക്കോർഡ് സെഷൻ എന്തുണ്ട്, ജാഫർ ബൈയുടെ അവൈലബിൾ ആയിരിക്കും. ജാഫർ ബൈ ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് 1-2 കാര്യം കൂടി നമ്മൾ കവർ ചെയ്യും. കവർ ചെയ്തിട്ട് നമുക്ക് Q&A സെഷനിലേക്ക് പോകാം. ബാക്കി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മറ്റുള്ള സെഷനുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സംവിധാനത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും റിക്വേർഡ് ആയിട്ട് വരുന്നതാണ്. ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 4 സബ്ജക്റ്റ് ആണ്. ഈ 4 സബ്ജക്റ്റ് ഞാൻ ഈ ഓരോ പ്രാവശ്യവും ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു നേരത്തെ വന്നത്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാനിത് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഈ സബ്ജക്റ്റുകൾ വരേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മുതൽ ഇപ്പൊ ഇവിടം വരെ മതി എന്നുണ്ടെങ്കിൽ ഇവിടം വരെ, അതല്ല താഴെ വരെ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരെ പോകും. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടം വരെ മാത്രം കാണിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഡാറ്റ ടാബിൽ പോയി. ഡാറ്റ ടാബിൽ പോയതിനു ശേഷം ഇവിടെ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഡാറ്റ വാലിഡേഷൻ, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, ഡാറ്റ വാലിഡേഷൻ, ഈ ഒരു ടിക്ക് നോട്ട് സിമ്പിളുള്ള സംവിധാനമല്ലേ, ഇതാണ് ഡാറ്റ വാലിഡേഷൻ. ഇത് ഡാറ്റ വാലിഡേഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ എനി വാല്യൂസ് എന്നുള്ളടത്ത് ഞാൻ ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, ആ ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചു. ഒന്നുകൂടി പറയുന്നു, ഡാറ്റ ക്ലിക്ക് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനി എന്നുള്ളിടത്ത് ഞാൻ ലിസ്റ്റ് സെലക്ട് ചെയ്തു. ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ലിസ്റ്റുകൾ ഞാൻ എവിടെയെങ്കിലും, ഒന്നുകിൽ സെയിം ഷീറ്റ് ആകാം അല്ലെങ്കിൽ ഡിഫറെന്റ് ഷീറ്റിലാകാം, ആ സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക്, ഇവിടെയാണ് ഇപ്പൊ ഇനി എവിടെയാണോ വേണ്ടത് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട സബ്ജക്റ്റുകൾ എവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോ ഞാനത് ഇതൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ്, ഉദാഹരണം മലയാളം ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. കാരണം ആ ഒരു പർട്ടിക്കുലർ
സെല്ലുകളിൽ ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് ഈ 4 പേര് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഹിന്ദി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, കാരണം മാച്ചിങ് വിത്ത് ലിസ്റ്റഡ് ആണ്. അതല്ലാത്ത ഇപ്പൊ ഞാനൊരു മാത്സ് എന്നുള്ളുണ്ട്, ഞാൻ മാത്ത് മാത്രം അടിച്ചിട്ട് ഞാൻ സ്പേസ് ഇട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് യുണീക്നെസ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംവിധാനത്തിലേക്ക് മാറാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഫിൽറ്റർ ഇട്ടിട്ടാണെങ്കിലും ഓരോ സ്ഥലത്തു നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടാണെങ്കിൽ എനിക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡിഫറെന്റ് നെയിം ആണെങ്കിലും സാധിക്കും. അത് അതിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല, കാരണം അതേ നമ്മൾ വേറൊരു സ്ഥലത്ത് അതിന്റെ ഫോർമാറ്റ് നമ്മൾ ഇങ്ങടേക്ക് എടുക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഞാനിപ്പോ ഫിൽറ്ററിങ് കാര്യങ്ങൾ ആക്കിയതിന് ശേഷം ഞാനിപ്പോ ഇവിടെ 85 ആണ്. ഇപ്പൊ ഞാൻ എല്ലാത്തിലും ഒരു 90 ആക്കി, ഒരു എല്ലാത്തിനും ഇത് 90 ആക്കി. ഇതിന്റെ ഡിഫറൻസ് എനിക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മെയിൻ ഡാറ്റാബേസിൽ ഞാനത് ചേഞ്ച് ചെയ്തതിന് ശേഷം, ഇത് സ്റ്റുഡന്റ് നെയിമിലല്ലേ, സ്റ്റുഡന്റ് നെയിമിൽ ഇപ്പോൾ ഇവിടെ 79 85 328 കിടക്കുന്നത്. ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ റിഫ്രഷ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ അത് മാറും. വീണ്ടും ഞാൻ ഇവിടെ 90 എന്നുള്ളത് ഞാൻ വീണ്ടും ഇവിടെ 80 ആക്കി, 80 85 80 75 വീണ്ടും മാറ്റിയിട്ട് ഞാനിവിടെ വീണ്ടും വന്നു റിഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ മാറും. എന്തെല്ലാം ചേഞ്ചസ് അവിടെ വരുന്നുണ്ടോ ആ ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിഫ്രഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ റിഫ്രഷ് ആയിട്ട് ഡാറ്റാബേസ് ചേഞ്ച് ആവും. അപ്പോൾ വാലിഡേഷൻ നമ്മൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ ഇതിന്റെ പിവോട്ട് ടേബിൾ എങ്ങനെയാണ് റിഫ്രഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സമയം പറഞ്ഞ ഏകദേശം സമയങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഫർ ഭായി കണ്ടിന്യൂ ചെയ്യണോ അതെ Q&Aയിലേക്ക് നീങ്ങാം? പിന്നെ എത്ര ടോപ്പിക്സ് ഉണ്ട് ബാക്കി? ടോപ്പിക്സ് നമുക്ക് എൻഡ്ലെസ് ആണ്, നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയ അതെ, ടോപ്പിക്കുകൾ അല്ലേ? തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ കൂടുതലായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇത്ര എടുത്തില്ല, അപ്പൊ ഏകദേശം അവര് ട്രൈ ചെയ്യട്ടെ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ, പ്രാക്ടീസ് ചെയ്യട്ടെ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ പഠിക്കുള്ളൂ. ഒരുമിച്ചിട്ട് തന്നെ ഒരുപാട് ടോപ്പിക് നമ്മൾ എടുത്തു കൊടുത്താലും പിന്നീട് അത് അവർക്ക് അത് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാവും. നമ്മുടെ വർക്ക്ഷോപ്പുകൾ ഇനിയും തുടരുവേ, എൻഡ്ലെസ് ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റില് ഇപ്പോ സെറ്റിംഗ്സ് മൊത്തത്തിൽ എല്ലാവരും മാറ്റിയിട്ടേക്കിരിക്കുള്ളൂ, അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മുടെ ടൈം എന്ന് പറയുന്നത് കൃത്യമായിട്ടായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കും ആ ടൈമിൽ നിങ്ങളും വരിക. അപ്പോ അല്ലെങ്കിൽ ഇത് എപ്പോൾ അവസാനിക്കും, എപ്പോൾ അവസാനിപ്പിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ടൈം നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതുവരെ എടുത്തില്ലേ, ഇതുവരെ എടുത്ത ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലേ ഒരു 5 മിനിറ്റ് ഈ സബ് ടോട്ടലിന് മാത്രം കളറുകൾ നൽകുന്ന എങ്ങനെയാന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനത് ഒന്നുകൂടി കാണിക്കുന്നു. സബ് ടോട്ടൽ ഉൾപ്പെടെ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നു. സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ വന്നു, ഡാറ്റയിൽ പോയിട്ട് ഔട്ട്ലൈൻ വന്നു, സബ് ടോട്ടൽ കൊടുത്തു. എനിക്ക് എന്തൊക്കെയാണോ സബ് ടോട്ടൽ വേണ്ടത് അത് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഞാൻ ഓക്കെ കൊടുത്തിട്ട് സബ് ടോട്ടൽ വന്നു. കാരണം സബ് ടോട്ടൽ ഇവിടെ മാറാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പിവോട്ട് വന്നേക്കാണ്. ഈ പിവോട്ട് വന്നത് കൊണ്ട് ഈ പിവോട്ടിന്റെ ഇടയിൽ റോ ഡാറ്റ ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഡാറ്റയെ കോപ്പി ചെയ്ത് വേറൊരു ഷീറ്റിലേക്ക് മാറ്റുന്നു. മാറ്റിയതിന് ശേഷം വീണ്ടും ഡാറ്റ ഔട്ട്ലൈൻ സബ് ടോട്ടൽ നേരെ ഇവിടെ 2 എണ്ണം സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു. ഇനി ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് ഫിൽറ്ററിങ് കൊടുത്തു. ഡാറ്റയിൽ പോയിട്ട് ഫിൽറ്റർ കൊടുത്തു. ഫിൽറ്റർ കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെ പോയിട്ട് ടോട്ടൽ മാത്രം സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് എനിക്ക് ബ്ലാങ്ക് സെലക്ട് ചെയ്യാം. രണ്ടും സെയിം എഫക്റ്റ് ആണ്. ബ്ലാങ്ക് സെലക്ട് ചെയ്താലും ഇവിടെ ടോട്ടൽ കയറി വരും. അതല്ല അവിടെ പോയിട്ട് ടോട്ടൽ കൊടുത്താലും
ടോട്ടൽ കെയർ റിവ്യൂ. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഉചിതം ആ രീതിയിൽ ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ആ ടോട്ടലുകളെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് സെമികോളൻ എന്ന് പറഞ്ഞാൽ കുത്തും കോമയുള്ള സംവിധാനം. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെമികോളൻ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ ഹോം ബട്ടൺ പോയിട്ട് ബോൾഡും ചെയ്തു, കളറും ചെയ്തു. അതിന് ശേഷം ഞാൻ എൻ്റെ ഫിൽറ്ററിങ് ഒഴിവാക്കിയിട്ട് വന്നപ്പോൾ സബ് ടോട്ടലിന്റെ കളർ വന്നു, ബോൾഡും വന്നു. ക്ലിയർ ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത സബ്ജക്റ്റിൽ വളരെ മിനിമലാണ്. നമ്മൾ 6-7 ടോപ്പിക്കുകൾ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി ഇതിന്റെ ഒപ്പം കാണിക്കുന്നു. ഉദാഹരണം, ഇതിനകത്ത് പല ഐറ്റംസും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഫൈൻഡ് ചെയ്യേണ്ട ഒരു സിമ്പിൾ ടെക്നിക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നേരെ നമുക്ക് ഡാറ്റയിൽ പോയതിനു ശേഷം നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്ക് ഹോം ബട്ടണിൽ പോയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിൽ പോയി ഹൈലൈറ്റ് സെൽസിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുത്താൽ എന്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതെല്ലാം കളറായി വരും. ഞാൻ ഈ മാത്സ് എന്ന് പറയുന്നത് മാത്സ് 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അവിടെ നിന്ന് മാറി. കാരണം മാത്സ് 1 ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതെല്ലാം എന്തായിട്ട് വരും, കളറായിട്ട് വരും. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പുതിയതിലേക്ക് ഒരു സബ്ജക്റ്റ് ഇവിടെ ഇട്ട് ഞാൻ വീണ്ടും ഇവിടെ അറബിക്ക് ഞാൻ ടൈപ്പ് ചെയ്ത കളർ വന്നു. അതേ സമയം ഞാൻ ഇവിടെ പോയിട്ട് സോഷ്യൽ എന്ന് പറയുന്നത് ഇട്ട് കഴിഞ്ഞാൽ കളർ വരില്ല, കാരണം അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. വീണ്ടും ഞാൻ സോഷ്യൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കളറായി. അപ്പൊ നമുക്ക് ചിലത് ഡ്യൂപ്ലിക്കേറ്റ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു നമ്പർ അടിക്കുന്നത് വീണ്ടും ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് വരാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് എക്സലിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് ഹോം ബട്ടണിൽ പോവാം, കണ്ടീഷണൽ ഫോർമാറ്റ്, ഹൈലൈറ്റ് സെൽസ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുത്താൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഉണ്ട്, ഫോർമുല ലേഔട്ട് ഉണ്ട്, വി ലുക്കപ്പ് ഉണ്ട്, എച്ച് ലുക്കപ്പ് ഉണ്ട്, സമ്മീഫ് ഉണ്ട്, സമ്മീഫ്സ് ഉണ്ട്, സം പ്രൊഡക്റ്റ് ഉണ്ട്, ഓഡിറ്റ് ട്രയൽ ഉണ്ട് തുടങ്ങി കണ്ടീഷണൽ ഫോർമാറ്റുകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി എക്സൽ ഇങ്ങനെ ഘട്ടമായിട്ട് മാറി അതിന്റെ എൻഡ് സമാപ്തി എന്ന് പറയുന്നത് മാക്രോസ്, ഓട്ടോമേഷൻ മാക്രോസിലേക്ക് ഈ സംവിധാനം പോകും. നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു മാനുവൽ വർക്ക്, ഞാനിപ്പോ ചെയ്ത ഒരു ആക്ടിവിറ്റി, അതിനെ ഞാനൊരു കോഡിംഗ് സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് ഞാനൊരു ക്ലിക്ക് ചെയ്താൽ ഈ പ്രോസസ്സുകളെല്ലാം ഓട്ടോമാറ്റിക്കലി എക്സൽ തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയ, അതാണ് മാക്രോസ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്ന രീതിയിൽ വരെ എക്സലിന്റെ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് കൂടിയിട്ട് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തും.